സ്വാഭാവികമായിട്ടും ഓൺലൈനും അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്, ഗുണങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അതിനെ ഒന്നും കണ്ണടച്ചില്ലാതാക്കിക്കൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെയും ഒരു വാസ്തവം, ഇങ്ങനെയും ഒരു യാഥാർത്ഥ്യം അതിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നുണ്ട്. നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സാധാരണ പറയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വിഷയമാണ്. അതായത് സാധാരണഗതിയിൽ നമ്മൾ മനഃശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഓൺലൈൻ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷനുകൾ, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളുണ്ടല്ലോ. ഇവർ നമ്മളെ വളരെ ഗംഭീരമായിട്ട് അല്ലെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വിധത്തിൽ ഒരു വിഷയം പറയണമോ വേണ്ടയോ എന്നുള്ളത് പല പ്രാവശ്യം ഞാൻ ആലോചിച്ചതാണ്. കാരണം നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അത് പറയണം, അത് നമ്മളുമായിട്ട് പങ്കുവെക്കണം, എല്ലാവരോടും പങ്കുവെക്കണമെന്ന് തോന്നാനുള്ള ഒരു കാര്യം, നമ്മൾ പണം ഉണ്ടാക്കുന്നത് പോലെ അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് സേവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പാഴായി പോകാതിരിക്കുക, പാഴായി പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന വിധത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് സൈറ്റുകൾ വളരെ വിദഗ്ധമായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ പണം പല വിധത്തിലും അവർ അപഹരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടതുണ്ടാകും. അതെങ്ങനെയാണ് അവർ അപഹരിക്കുന്നത്? ഇവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് ഈ വിധത്തിൽ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും സ്നാപ്ഡീൽ ആയാലും അതുപോലെയുള്ള ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരുപാടൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുന്നതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ വിധത്തിലുള്ള ആപ്ലിക്കേഷൻസ്, ഈ വിധത്തിലുള്ള മാർക്കറ്റിംഗ് സൈറ്റുകൾ നമ്മളിൽ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സാധാരണഗതിയിൽ മാർക്കറ്റ് റേറ്റിനേക്കാൾ എത്രയോ താഴ്ത്തിയായിരിക്കും അവർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്, ഞങ്ങളെ ഉൽപ്പന്നങ്ങൾ തരുന്നത് എന്നുള്ളതാണ്. പലരും പറയാറുണ്ട്, ഓൺലൈൻ റേറ്റിൽ സാധനം കിട്ടുമോ എന്നൊക്കെ പലരും അന്വേഷിക്കുന്നത് കണ്ടിട്ടുണ്ട് പല ഷോപ്പുകളിലും പോയിട്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം വാസ്തവം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ മാർക്കറ്റ് റേറ്റിനേക്കാൾ വളരെ കുറച്ച് ഈ വിധത്തിലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നിട്ടുണ്ടാകണം. ഇപ്പോഴും കിട്ടുന്നുണ്ട്, കിട്ടുന്നില്ല എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥാപനങ്ങളിൽ, ഷോപ്പുകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ വിധത്തിൽ ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ വില കുറച്ച് നമ്മുടെ തൊട്ട് മുന്നിൽ, നമ്മുടെ കയ്യെത്തുന്ന വിരലെത്തുന്ന ദൂരത്ത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വ്യക്തികളിൽ നിന്ന്, കച്ചവടക്കാരിൽ നിന്നെല്ലാം സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് സാധിക്കും. അതായത് ഒരു സാധനത്തിൻ്റെ MRP കൊടുത്തിട്ട് 50% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 90% ഡിസ്കൗണ്ട്, 95% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മുടെ മുന്നിലേക്ക് ആ ഉൽപ്പന്നത്തെ വെക്കുമ്പോൾ ഇത് നമുക്കെന്തോ വെറുതെ കിട്ടുന്നതാണ് എന്ന് കരുതി നമുക്ക് വേണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ വിദൂരമായിട്ടുള്ളൊരു ഉപയോഗത്തെ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി, അതായത് സ്വയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമുക്കതിനെ കൊണ്ട് ഉപയോഗമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും ആരെയോ പറ്റിച്ചു കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ആരെയോ അല്ലെന്നെങ്കിലും വെറുതെ കിട്ടുന്നതാണ് എന്നുള്ള ധാരണയിൽ നമ്മൾ ആ സാധനം വാങ്ങും. അതിൻ്റെ ആവശ്യകതയോ അല്ലെങ്കിൽ അത് നമുക്ക് അത്യാവശ്യമുള്ളതാണോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ MRPയേക്കാൾ, ഇപ്പോൾ ഉദാഹരണത്തിന് 10,000 രൂപ MRP ഉള്ള ഒരു സാധനം 999 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങില്ലേ? ഒരു സാധാരണക്കാർ, ഒരു ശരാശരി വ്യക്തിയുടെ ബുദ്ധിയിലൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ യഥാർത്ഥത്തിൽ ആ സാധനത്തിന് ഈ 10,000 രൂപയുണ്ടോ, അതോ അതിൻ്റെ യഥാർത്ഥ വില 1000 രൂപ തന്നെയാണോ, അല്ലെങ്കിൽ അതിലും കുറഞ്ഞതാണോ അതിൻ്റെ യഥാർത്ഥ വില എന്നുള്ളത് പലപ്പോഴും അന്വേഷിക്കാൻ നമ്മുടെ ലോജിക്, നമ്മുടെ യുക്തി തയ്യാറാവില്ല. അതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത തന്നെയാണ്. മനസ്സിലാവുന്നുണ്ട്? ഈ MRP എന്ന് പറയുന്ന സാധനം ആർക്ക് വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യാം. ഞാനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ MRP എത്ര വേണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്, അല്ലെങ്കിൽ ആ കമ്പനിക്കാരാണ്, അല്ലേ? അത് എത്ര രൂപയ്ക്ക് വിൽക്കാമെന്നും തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. അപ്പോൾ ഇവിടെയെല്ലാം പലപ്പോഴും ചെയ്യുന്നത് MRPയെ, മാക്സിമം റീറ്റെയിൽ പ്രൈസിനെ വളരെ കൂടുതൽ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരുന്നു എന്നുള്ള ഒരു ധാരണ പലപ്പോഴും ഇവരുണ്ടാക്കുന്നുണ്ട്. ഇനി അതിൽ കവിഞ്ഞ് ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാകാമെന്നല്ല, ചിലതിനെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത്തരം സംഗതികൾ വാങ്ങുന്നതിന് മുൻപ് 2 പ്രാവശ്യം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 2 കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. അതിലേറ്റവും ആദ്യത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് എനിക്ക് ആവശ്യമുള്ളത് തന്നെയാണോ, എൻ്റെ ആവശ്യം നിറവേറുന്നതിന് വേണ്ടി തന്നെയാണോ ഞാനിത് വാങ്ങുന്നത് എന്നുള്ളത്
ഒന്ന് എനിക്ക് ആവശ്യമാണോ അല്ലെങ്കിൽ എനിക്കിത് അത്യാവശ്യമാണോ എന്നുള്ളത്. 2 ഇതിൻ്റെ യഥാർത്ഥ വില എത്രയാണ് എന്നുള്ളത്. യഥാർത്ഥ വില എത്രയാണ് എന്ന് നമ്മൾ പലപ്പോഴും തിരക്കുന്നത്, നമ്മൾ പലപ്പോഴും നോക്കുന്നത് മറ്റൊരു ആപ്ലിക്കേഷനിൽ, മറ്റൊരു ഓൺലൈൻ മാർക്കറ്റിൽ തന്നെ പോയിട്ടായിരിക്കും. ഒരുപക്ഷെ ആമസോണിലുള്ള വിലയേക്കാൾ കുറച്ച് നമ്മൾ നോക്കുന്നത് ഫ്ലിപ്കാർട്ടിലോ സ്നാപ്ഡീലിലോ അതുപോലെ ഏതെങ്കിലും സൈറ്റിലായിരിക്കും അല്ലേ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം ആത്യന്തികമായിട്ട് ഒരേ വിധത്തിൽ പ്രവർത്തിക്കുന്ന സൈറ്റുകൾ തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ ഉള്ള കച്ചവടക്കാരും ഒരേ കച്ചവടക്കാരൊക്കെ തന്നെയായിരിക്കും മിക്കവാറും ഉള്ളത്. ഫണലുകൾ മാത്രമാണ് വ്യത്യാസം. ഇതേ സാധനം നിങ്ങളുടെ തൊട്ടടുത്ത ഷോപ്പിൽ ഒന്ന് അന്വേഷിച്ച് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ടൗണിൽ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. ഇത് ഞാനിപ്പോൾ ഇത്രയും കൃത്യമായിട്ട്, ഇത്രയും ശക്തമായിട്ട് പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ മാസം എനിക്ക് വീഡിയോ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടൊരു ലൈറ്റ് ആവശ്യമുണ്ടായിരുന്നു. ഇതുപോലെ ആമസോണിൽ നോക്കുന്ന സമയത്ത് 20,000 ചില്ലറ വില കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ഡിസ്കൗണ്ടിന് ശേഷം 18,000 രൂപയ്ക്ക് അത് കിട്ടുമെന്നുള്ളത് അവിടെ കണ്ടു. അതും ആകെ ഒരൊറ്റ എണ്ണം മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, ഈ ഒരെണ്ണം കഴിഞ്ഞാൽ എനിക്കിനി കിട്ടില്ല, നമ്മൾ വേഗം അത് ഓർഡർ ചെയ്യും. ഞാനത് തന്നെ ചെയ്തു, വേഗം ഓർഡർ ചെയ്തു. 18,000 സംതിങ്ങിന് ഓർഡർ ചെയ്ത് ഒരാഴ്ചയോ മറ്റോ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ചിലതെല്ലാം പെട്ടെന്ന് കിട്ടും, പക്ഷേ ഇത് ഒരാഴ്ചയോ മറ്റോ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഒരു ഡീലടുത്ത് പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് അന്വേഷിച്ചു. ഞാൻ കരുതിയത്, ഞാൻ ഈ 18,000 വാങ്ങിയിരിക്കുന്ന സാധനം അല്ലെങ്കിൽ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം ചിലപ്പോൾ ആ ഷോപ്പിൽ ഒരു 19,000 20,000 ഒക്കെ ഉണ്ടാകും, അങ്ങനെ ഒരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടൊരു ഒരു സംതൃപ്തി, ഒരു സുഖം, ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് അന്വേഷിച്ചതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വില കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഏകദേശം 5,000 രൂപയോളം കുറവായിരുന്നു ആ ഷോപ്പിലുണ്ടായിരുന്നത്. മനസ്സിലായോ? അതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു പക്ഷെ അത് ഓൾഡ് സ്റ്റോക്കോ മറ്റോ ആണോ എന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറെയും ചില ഷോപ്പുകളിൽ തിരക്കുണ്ടായി. അവിടെയും ഏകദേശം ഇതേ വിലയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലെ പല കാര്യങ്ങൾക്കും വാങ്ങുന്നതിന് മുൻപ്, ഓൺലൈൻ പർച്ചേസിന് മുൻപ് തന്നെ സാധാരണ ഷോപ്പുകളിൽ വില അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ മിക്കവാറും സാധനങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു മോർ ദാൻ 80% സാധനങ്ങൾക്കും നേരിട്ടുള്ള ഷോപ്പുകളിൽ താരതമ്യേന വില കുറവ് തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും ഓൺലൈനും അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്, ഗുണങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അതിനെ ഒന്നും കണ്ണടച്ചില്ലാതാക്കിക്കൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെയും ഒരു വാസ്തവം, ഇങ്ങനെയും ഒരു യാഥാർത്ഥ്യം അതിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ ഒരു നല്ല ഉപഭോക്താവാണെങ്കിൽ, നിങ്ങൾ ധാരാളം സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരാളാണെങ്കിൽ, ഇതുപോലുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക കമൻറ്റ് ബോക്സിൽ. അതല്ലെങ്കിൽ നിങ്ങളൊരു വ്യാപാരിയാണ്, ഒരു കച്ചവടക്കാരനാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിധത്തിൽ നിന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. ജനം അറിയട്ടെ, എല്ലാവരും അറിയട്ടെ, പരസ്പരം എല്ലാവർക്കും ഉപകാരമായി തീരട്ടെ, അതിനുവേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് സൃഷ്ടിക്കുന്ന മറ്റൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക്, അവരുടെ മറ്റൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അവർ ചിലപ്പോൾ ലിമിറ്റഡ് പീരീഡ് ഓഫർ എന്ന് പറഞ്ഞിട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള പേരുകൾ വയ്ക്കും. അപ്പോൾ ഇവിടെയെല്ലാം നമ്മളിങ്ങനെ ഇടിച്ച് കയറും. ആപ്ലിക്കേഷനുകളിൽ ഇടിച്ച് കയറി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വമ്പൻ ഡിസ്കൗണ്ടുകളാണ്, ഇന്നുകൂടി മാത്രമേ ഉള്ളൂ, 4 മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ, ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഈ തീയിലേക്ക് പോയി, വിളക്കിലേക്ക് പോയി വീഴുന്ന ഈയാമ്പാറ്റകളെപ്പോലെ അതിൽ പോയി പെട്ടുപോകും. ഇത് മറ്റൊരു വിധം. ഇനി അവർ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണമേ സ്റ്റോക്കുള്ളൂ, അല്ലെങ്കിൽ 2 എണ്ണം കൂടിയേ സ്റ്റോക്കുള്ളൂ. നിങ്ങൾ ഈ ഒരെണ്ണമേ സ്റ്റോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന സാധനം അത് പർച്ചേസ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അവിടെ പോയി നോക്ക്, വീണ്ടും സ്റ്റോക്ക് ഉണ്ടാവും. അവിടെ വീണ്ടും ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും ഒന്നുകൂടിയേ സ്റ്റോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സെർച്ച് ഹിസ്റ്ററീസൊക്കെ ഈ കമ്പനികൾക്ക് കിട്ടും. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ, യൂട്യൂബ് തുറക്കുമ്പോൾ ഒക്കെ അതേ സാധനത്തിൻ്റെ പരസ്യം തന്നെ ഇങ്ങനെ വന്ന് കാണുന്നത്. ഇത് കുക്കീസ് വഴിയൊക്കെ അവർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും 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 കാണുന്നതല്ല, വാസ്തവത്തിൽ നമ്മളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാണിക്കുന്നതിലൂടെ അത് വാങ്ങാൻ നമ്മൾ നിർബന്ധിതമായി തീരുകയാണ്. ഇത് വാങ്ങിയില്ലെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ, വെറും ഒരു തെറ്റിദ്ധാരണ മാത്രം അവർ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കി നോക്ക്. നമുക്ക് വെറുതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം.
നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിപ്പോൾ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് വെറുതെ ഒന്ന് എടുത്ത് നോക്കുക. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. അതിൽ എത്ര ശതമാനം സാധനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട് എന്നുള്ളത് നോക്ക്. ഒരുപക്ഷെ പാക്കറ്റ് പോലും പൊട്ടിക്കാത്ത എത്രയോ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ടാകും ഇതുപോലെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിലൊക്കെ ഞാൻ പെട്ടുപോകുന്നത് തന്നെയാണ്. അതുകൊണ്ട് ആ അനുഭവം കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇതിൻ്റെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഇതുപോലെ ഉപകാരപ്രദങ്ങളായ വീഡിയോകൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.